പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനി ഭൂമിക്ക് വളരെ ആഴത്തിലുള്ള രഹസ്യ ബങ്കറിലേക്ക് മാറി. ഖൊമേനി ഒളിവിൽ പോയി എന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ പറയുന്നത്. തനിക്കിനി ഒരു വാർത്തയും കാണേണ്ട എന്ന് അലറി മുറവിളിച്ചാണ് ഖൊമേനി പോയതെന്നും ഇറാനിയൻ വൃത്തങ്ങൾ. അമേരിക്കയുടെ ബോംബിംഗ് അറിഞ്ഞ ഉടൻ തന്നെ എന്തുകൊണ്ട് ഇസ്രായേലിനെ തകർത്തില്ല എന്നും എന്നെ പട്ടാള ഉദ്യോഗസ്ഥർ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്നും ഖൊമേനി അലറി കരഞ്ഞു പറഞ്ഞു. യുദ്ധം തുടങ്ങിയാൽ 3-4 ദിവസം കൊണ്ട് നമ്മുടെ മിസൈലുകൾ ഇസ്രായേലിനെ ചാരമാക്കുമെന്ന് പറഞ്ഞവർ എവിടെയെന്നും പറഞ്ഞു പറ്റിച്ച ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുമെന്നും ഖൊമേനി പറഞ്ഞു. അമേരിക്കൻ ആക്രമണമാണ് ഖൊമേനിയെ ഞെട്ടിച്ചതും ഇനി രക്ഷയില്ല എന്ന ധാരണ ഉണ്ടാക്കിയതും. താനും കുടുംബവും ഇനി എവിടെയെന്ന് ആരും അന്വേഷിക്കേണ്ട, എന്റെ കുടുംബവുമായി പോലുമുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണവും ഒഴിവാക്കുവാനും ഖൊമേനി ഉത്തരവിട്ടു. പകരക്കാരനായി 3 പേരെ നിർദ്ദേശിച്ചു. ഇസ്രായേലിന്റെ സ്വഭാവം അറിയാവുന്നതിനാൽ തന്നെ മകൻ പകരക്കാരൻ ആകേണ്ട എന്നും മരണപ്പെടുവാനും ഇസ്രായേൽ വേട്ടയാടുവാനും സാധ്യതയുണ്ടെന്നും ഖൊമേനി മണത്തറിയുകയായിരുന്നു. ഒരു ആഴത്തിലുള്ള ബങ്കറിൽ താമസിക്കുന്ന ഖൊമേനി തന്നെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാകുന്നതിനായി ചുറ്റുമുള്ള എല്ലാ ഇലക്ട്രോണിക് ആശയവിനിമയങ്ങളും അടച്ചുപൂട്ടാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഖൊമേനിയുടെ അടിയന്തര യുദ്ധ പദ്ധതികളെ കുറിച്ച് പരിചയമുള്ള 3 ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു പത്രം റിപ്പോർട്ട് ചെയ്തു. തന്നെ അന്വേഷിച്ച് ആരും വരണ്ട, യുദ്ധം തുടരുക, അവസാനം കാണും വരെ തുടരുക, അന്ത്യത്തിൽ വിജയം നമുക്കായിരിക്കും. യുദ്ധം പുതുജന്മം തരുമെന്നും യുദ്ധത്തിൽ മരിക്കുന്നവർ മാത്രമാണ് അള്ളാഹുവിന്റെ സന്നിധിയിലെ ആദ്യ അവകാശികളെന്നും അള്ളാഹുവിന്റെ യഥാർത്ഥ ധീരന്മാരാണ് യുദ്ധത്തിൽ മരിക്കുന്നവരെന്നും ഒളിവിൽ പോകാൻ നേരം ഖൊമേനി പറഞ്ഞു. ഖൊമേനി മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എല്ലാ ശ്രമവും നടത്തി ഒളിവിടത്തിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹം മഹത്വവൽക്കരിക്കുന്ന മരണത്തെ ഭയക്കുന്നു. ധീരനാകാൻ ഖൊമേനിയെ കിട്ടില്ല എന്ന വിധത്തിൽ കുടുംബമടക്കം ഒളിവിടത്തിലേക്ക് മാറുന്നു. എല്ലാം വിചിത്രമായ ആചാരങ്ങളാണ് ഇറാനിൽ നിന്നും വരുന്നത്. മാത്രമല്ല, ഖൊമേനി യുദ്ധത്തിൽ മരിക്കുന്നതിനെ മഹത്വവൽക്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകനെ പോലും ഇറാൻ ഭരണത്തിലെ അവകാശികളിൽ നിന്നും പേടിച്ചു മാറ്റി. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസ് അതിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു, ആയത്തുള്ള ഖൊമേനിയുടെ മകൻ മൊജ്താബയും ഒരു പുരോഹിതനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സുമായി അടുത്തയാളുമാണ്. അദ്ദേഹം ഒരു മുൻനിര നേതാവാണ് എന്ന് കിംവദന്തികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥികളിൽ ഇല്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇറാന്റെ പരമോന്നത നേതാവിനെ ഇനി നിലനിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ടെൽ അവീവിന് അടുത്തുള്ള ഒരു പട്ടണത്തിലെ ഒരു ആശുപത്രിയിൽ ഇറാനിയൻ മിസൈൽ ഇടിച്ചതിന് ശേഷമാണ് ഈ പ്രസ്താവന വന്നത്. ഭീരുവായ ഇറാൻ സ്വേച്ഛാധിപതി ഒരു ഉറപ്പുള്ള ബങ്കറിന്റെ ആഴത്തിലിരുന്ന് ഇസ്രായേലിലെ ആശുപത്രിക്കും അതുപോലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും നേരെ മിസൈലുകൾ പ്രയോഗിക്കുന്നു. ഇവ ഏറ്റവും ഗുരുതരമായ തരത്തിലുള്ള യുദ്ധ കുറ്റങ്ങളാണ്. ഖൊമേനി തന്റെ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയാകും. ഇറാനിയൻ നേതാവിനെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേന തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുവെന്നും സൂചിപ്പിക്കുന്ന എക്സിലെ ഒരു പോസ്റ്റിൽ മിസ്റ്റർ കാറ്റ്സ് പറഞ്ഞു. ഇസ്രായേലിനുള്ള ഭീഷണികൾ നീക്കം ചെയ്യുന്നതിനും ആയത്തുള്ള ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുന്നതിനുമായി ഇറാനിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയും ഞാനും IDF-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. അമേരിക്കൻ ആക്രമണത്തെ സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അവർ അത് ചെയ്തു. ലോകം സമാധാനത്തിൽ പോകാൻ, തിന്മകളെ ഉന്മൂലനം ചെയ്യാൻ അമേരിക്ക വന്നു കഴിഞ്ഞു. ട്രാക്കിംഗ് ഡാറ്റയും മാധ്യമ റിപ്പോർട്ടുകളും പ്രകാരം ശനിയാഴ്ച പസഫിക് സമുദ്രത്തിന് കുറുകെ US സ്റ്റെൽത്ത് ബോംബറുകൾ പറന്നുയർന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പങ്കുചേരാൻ ആലോചിക്കുന്നതിനാൽ അവരുടെ ഉദ്ദേശ്യ ദൗത്യത്തിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഒന്നിലധികം B-2 ബോംബർ വിമാനങ്ങൾ മധ്യ US-ലെ ഒരു ബേസിൽ നിന്ന് രാത്രി മുഴുവൻ പുറപ്പെട്ടു. പിന്നീട് ആകാശ ഇന്ധനം നിറയ്ക്കുന്ന ജെറ്റുകൾക്കൊപ്പം കാലിഫോർണിയ തീരത്ത് പറന്നുയർന്നത് നിരീക്ഷിച്ചതായി ന്യൂയോർക്ക് ടൈംസ് സ്പെഷ്യലിസ്റ്റ് പ്ലെയർ ട്രാക്കിംഗ് സെന്ററുകൾ റിപ്പോർട്ട് ചെയ്തു. 30,000 പൗണ്ട്, അതായത് 13,607 കിലോഗ്രാം വാർ ഹെഡായ ബങ്കർ ബാസ്റ്റിംഗ് JBU-57 ഉൾപ്പെടെ തന്നെ അമേരിക്കയിലെ ഏറ്റവും ഭാരമേറിയ പൊലോഡുകൾ വഹിക്കാൻ B-2-ന് കഴിയും. അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപേ 200 അടി, അതായത് 61 മീറ്റർ ഭൂമിക്കടിയിൽ തുളച്ചു കയറാൻ കഴിവുള്ള ബങ്കർ ബ്ലാസ്റ്റിംഗ് JBU-57 ഉൾപ്പെടെയാണ് അമേരിക്ക ഇറാൻ ആകാശത്തേക്ക് ഇരച്ചു കയറിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.